ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനുള്ളിൽ കൊലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജ്. ജയിലിൽ ഡയബറ്റോളജിസ്റ്റ് ഇല്ലാത്തത് ഇതിന്റെ തെളിവാണ്. ഗൂഢാലോചനയിൽ ബിജെപിയുടെ പങ്ക് വ്യക്തമായെന്നും സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇതിപ്പോൾ ആം ആദ്മി പാർട്ടി തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ബൽറാം, ഉന്മേഷ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള ഗൂഢപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിന് ജയിലിൽ ഇൻസുലിനും ഒപ്പം തന്നെ ഡോക്ടർമാരെ കാണാനുള്ള അവസരവും നിഷേധിക്കുന്നത് എന്നുമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ആരോപണം. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. കൂടാതെ ഡോക്ടറെ കാണാൻ വീഡിയോ കോൺഫറൻസ് വഴി ഡോക്ടറുമായി സംസാരിക്കാനും ഇൻസുലിൻ ലഭിക്കാനുമുള്ള അപേക്ഷ കോടതിയിൽ കെജ്രിവാൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ അത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജയിലിൽ എല്ലാ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട് എന്നാണ് തിഹാർ ജയിൽ അധികൃതർ കോടതിയെ അറിയിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് ഇൻസുലിൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം കാലങ്ങളായി ഇൻസുലിൻ സ്വീകരിക്കുന്നില്ല, മറിച്ച് ഗുളികകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുമാണ് തിഹാർ ജയിൽ അധികൃതർ നിലപാടെടുത്തത്. കഴിഞ്ഞ ദിവസം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലും കെജ്രിവാൾ ജയിലിൽ പോകുന്നതിന് മാസങ്ങൾ മുമ്പ് തന്നെ ഇൻസുലിൻ ഉപയോഗിക്കുന്നത് നിർത്തിയിരുന്നു എന്നാണ് അറിയിച്ചത്. എന്നാൽ ഇതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തിഹാർ ജയിലിൽ ഒരു ഡയബറ്റോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിഹാർ ജയിൽ അധികൃതർ എയിംസ് ആശുപത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിലൂടെ തന്നെ ഗൂഢാലോചന വ്യക്തമായിരിക്കുകയാണ് എന്നും എല്ലാ വിദഗ്ധ ഡോക്ടർമാർ ഉണ്ട് എന്നും അറിയിച്ചിട്ടും പ്രമേയ ചികിത്സയുടെ വിദഗ്ധൻ ഈ ജയിലിൽ ഇല്ല എന്നും ഇതിലൂടെ കെജ്രിവാളിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢപദ്ധതി വ്യക്തമായി എന്നും BJP ഇതിന് പിന്നിലുണ്ട്. BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തിഹാർ ജയിൽ അധികൃതർ കെജ്രിവാളിന് ഇൻസുലിൻ പോലും നിഷേധിച്ച് അദ്ദേഹത്തെ സാവധാനം കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുമാണ് ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജ് ആരോപിക്കുന്നത്. ഇത് മുൻനിർത്തിയുള്ള പ്രചരണം സജീവമാക്കാനുള്ള തീരുമാനത്തിലാണ് ആം ആദ്മി പാർട്ടി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.